ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും പ്രമുഖ കോളമിസ്റ്റും ബ്ലോഗറും ഗ്രന്ഥകാരനുമൊക്കെയായ ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡി പ്രദീപ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് ഫലപ്രവചനം LDFനെ ഞെട്ടിപ്പിക്കുന്നതും BJPക്ക് ആശ്വാസം പകരുന്നതുമാണ്. LDFന് ഒരു സീറ്റിൽ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് പ്രദീപ് കുമാർ നിരീക്ഷിക്കുന്നത്. അത് ചാലക്കുടിയാണ്. പക്ഷേ ഇത് ഒരു സാധ്യത മാത്രമാണ്. 0 മുതൽ 1 സീറ്റ് മാത്രമാണ് LDFന് കിട്ടാൻ സാധ്യതയെന്നാണ് പ്രദീപ് കുമാറിന്റെ നിരീക്ഷണം. അതേപോലെ BJPയുടെ കാര്യത്തിലും 0 മുതൽ 1 സീറ്റ്. അത് മിക്കവരും പ്രവചിക്കുന്നത് പോലെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമാണ്. UDF 18 മുതൽ 19 വരെ, LDF 0 മുതൽ 1 വരെ, NDA 0 മുതൽ 1 വരെ എന്നിങ്ങനെയാണ് പ്രവചനം. UDFനെ തുണച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രദീപ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനരോക്ഷം, BJPക്കെതിരായ ഇന്ത്യ മുന്നണിയെ കോൺഗ്രസ് നയിക്കുന്നത്, BJPക്കെതിരായ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, യുവാക്കളുടെ വർദ്ധിച്ച പിന്തുണ. UDFന്റെ പ്രതികൂല ഘടകങ്ങൾ ഇവയൊക്കെയാണ്. K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ സ്ഥാനാർത്ഥികൾക്കെതിരായ പൊതു അതൃപ്തി, സംസ്ഥയിലെ ചെറിയൊരു ശതമാനത്തിന്റെ പിന്തുണ നഷ്ടമായത് എന്നിവയാണ്. LDFന് എതിരായ ഘടകങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായ ജനരോക്ഷം, ദേശീയ രാഷ്ട്രീയത്തിൽ പങ്കൊന്നുമില്ലാത്ത അവസ്ഥ, രാഹുൽ ഗാന്ധിക്കെതിരായ പ്രചാരണം, ഇടത് അനുഭാവികളായ ഈഴവ സമുദായത്തിൽ നിന്ന് BJPക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ പിന്തുണ, പൊതുസമൂഹത്തെ ആകർഷിക്കുന്ന നേതാക്കളുടെ അഭാവം. LDFന് അനുകൂലമായ ഘടകങ്ങൾ 2019 ശബരിമല പ്രശ്നത്തിൽ ഉണ്ടായ ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിന്റെ രോക്ഷം ഇത്തവണ ഇല്ലാത്തത്, മലബാറിലെ ചില മണ്ഡലങ്ങളിൽ സമസ്ത അനുകൂലികളായ കുറച്ചുപേരുടെ പിന്തുണ. ഇനി NDAക്ക് അനുകൂലമായ ഘടകങ്ങൾ ഇവയാണ്. മോദിയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം, ഈഴവ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും ചെറിയൊരു ശതമാനം ക്രിസ്ത്യാനികളിൽ നിന്നും പുതുതായി ലഭിച്ച പിന്തുണ, സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം. ഇനി പൊതുവായുള്ള ചില നിരീക്ഷണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം, സംസ്ഥാനത്ത് കടുത്ത മത്സരം നടന്നത് കണ്ണൂർ, ആലത്തൂർ, മാവേലിക്കര, തൃശൂർ, ചാലക്കുടി, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ മാത്രം. ഇതിൽ തൃശൂർ, ചാലക്കുടി ഒഴികെയുള്ള സീറ്റുകളിൽ UDF തന്നെ ജയിക്കാനാണ് സാധ്യത. UDFന് മേൽക്കൈയുള്ള ചാലക്കുടിയിൽ ഇത്തവണ 2020 ശക്തമായി രംഗത്തുള്ളത് LDFന് അനുകൂലമായ ഫലമുണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അവർ 1 ലക്ഷത്തോളം വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഭൂരിപക്ഷവും UDFന് കിട്ടേണ്ട വോട്ടുകളാണ്. അത് ചോരുന്ന പക്ഷം പ്രൊഫസർ രവീന്ദ്രനാഥ് വിജയിച്ചു കൂടായികയില്ല. ഇങ്ങനെയാണ് ചാലക്കുടിയിൽ LDFന് സാധ്യത കാണുന്നത്. പക്ഷേ കടുത്ത മത്സരം നടന്ന കണ്ണൂർ, ആലത്തൂർ, മാവേലിക്കര, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ അവസാന റൗണ്ടിൽ ജനങ്ങൾ ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി UDFന് വോട്ട് ചെയ്തതായും അനുമാനിക്കപ്പെടുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് പാർട്ടിക്കതീതമായി വ്യക്തിപരമായ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കാം. BJPയുടെ ജയം തടയുന്നതിനായി LDF K മുരളീധരനോ UDF K സുനിൽകുമാറിനോ തന്ത്രപരമായി വോട്ട് ചെയ്തിട്ടില്ലെന്നും അനുമാനിക്കപ്പെടുന്നു. അതിനാൽ നേരിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിക്കാനിടയുണ്ട്. NDA സ്ഥാനാർത്ഥി ശക്തമായ മത്സരം കാഴ്ചവെച്ചുവെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ നേടി. തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയം ആവർത്തിക്കും. പക്ഷേ ഭൂരിപക്ഷം കുറയും. ആലപ്പുഴ, ആറ്റിങ്ങൽ, പത്തനംതിട്ട, കാസർഗോഡ്, പാലക്കാട് മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾ വൻതോതിൽ വോട്ട് വർദ്ധിപ്പിക്കും. ആലപ്പുഴയിൽ ഇത് ഇടതുമുന്നണിയെയാകും ഭീകരമായി ബാധിക്കുക. AM ആരിഫ് മൂന്നാമതാകാൻ പോലും സാധ്യതയുണ്ട്. സിറ്റിംഗ് MPക്ക് 2ാം സ്ഥാനം കിട്ടിയാലും തൊട്ടടുത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായേക്കും. വൻ വിജയം നേടുമെങ്കിലും UDFന് ഇത്തവണ വോട്ട് ശതമാനം കുറയും. എന്നാൽ LDFന് നാമമാത്രമായും BJPക്ക് കാര്യമായും കൂടും. അത് 5% വർദ്ധിച്ച് ഇപ്പോഴുള്ള 15.64 നിന്ന് 20% അടുത്തെത്തിയേക്കും. 10ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം അല്ലെങ്കിൽ 2ാം സ്ഥാനം കിട്ടും. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ LDF UDF എന്ന ദ്വന്ദ്വ രാഷ്ട്രീയ യുഗം അവസാനിക്കാൻ പോവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൃഷ്ടിക്കുന്ന ഉഷ്ണപാതം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.